കുറച്ചു കാലത്തേക്ക് തടസ്സപ്പെടും. ക്ഷേമ പെൻഷൻ പിന്നെ കിട്ടാതെ കുറേ ആളുകൾക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ഷേമ പെൻഷന് തടസ്സം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഈ ഉത്തരവ് സഹായകരമാവത്തുള്ളൂ. കേരള സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ തടസ്സപ്പെടുത്തുന്ന പുതിയ ഓർഡർ കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ മേടിക്കുന്ന സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി അത് തിരുത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ഇന്നലെയാണ് ക്ഷേമ പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി വിതരണം ചെയ്യുന്നത് നിർത്തുന്നു എന്ന അറിയിപ്പ് വന്നത്. ഇതിന്റെ ഉത്തരവ് ധനവകുപ്പ് ഇന്നലെ ഇറക്കിയിരുന്നു. ഇത് പ്രകാരം സെപ്റ്റംബർ മാസം മുതലോ അല്ലെങ്കിൽ തൊട്ടടുത്ത മാസം മുതലോ പെൻഷൻ വിതരണം ചെയ്യുക എല്ലാ ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ആകും. എന്നാൽ ഇതിനെതിരെ പ്രതിപക്ഷം കടുത്ത വിമർശനവുമായി വന്നിട്ടുണ്ട്. മുൻ ധനമന്ത്രി കൂടിയായിട്ടുള്ള KN ബാലഗോപാലാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. നിലവിൽ കാണുന്ന പത്രക്കട്ടിങ്ങുകൾ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്. അർഹതപ്പെട്ട ആളുകൾക്ക് ലഭിക്കേണ്ട പെൻഷൻ പല ആളുകളും തട്ടിയെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണിത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുമ്പോൾ ഈ തട്ടിപ്പുകൾ ഒഴിവാകും. മാത്രമല്ല 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ വിതരണം ചെയ്യുന്ന ദിവസം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും. ആ ദിവസമോ തൊട്ടടുത്ത ദിവസങ്ങളിലോ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ ATM കാർഡ് ഉപയോഗിച്ച് ATM കൗണ്ടറിൽ നിന്നോ UPI വഴി വീട്ടുകളിലെ മറ്റ് അംഗങ്ങളിലെ ഫോണിലേക്ക് സെൻഡ് ചെയ്തോ ഈ ഒരു തുക ഗുണഭോക്താവിന് കൈപ്പറ്റാൻ കഴിയും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ സംസ്ഥാനത്ത് 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ 26 ലക്ഷത്തോളം ആളുകൾക്ക് മാത്രമാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് 5 മുതൽ 10 ദിവസത്തോളം താമസിച്ചാണ് തുക ലഭിക്കാറുള്ളത്. അതിനുള്ള ഒരു മാറ്റം എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു പെൻഷൻ വിതരണം ബാങ്കുകളിലൂടെ ആക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനെതിരെ കടുത്ത വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം പല ആളുകൾക്കും ബാങ്കിലെത്തി തുക എടുക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഈ ഉത്തരവ് പ്രകാരം തന്നെ കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ വിതരണം തുടരും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് മുൻ ധനമന്ത്രിയും MLA-യുമായിട്ടുള്ള KN ബാലഗോപാൽ പറയുന്നത് ഇങ്ങനെയാണ്. ക്ഷേമ പെൻഷൻ കിടപ്പ് രോഗികൾക്ക് മാത്രമേ ഇപ്പോൾ കൊടുക്കൂ എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം ക്ഷേമ പെൻഷൻ മേടിക്കുന്ന വളരെ സാധാരണക്കാരായ പ്രായമുള്ള ബാങ്കുകളിലേക്കൊന്നും പോയി ഇത് കളക്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളെ ബാധിക്കും. അപ്പോൾ ഇതുവഴി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഇവർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരെല്ലാം ബാങ്കിലേക്കുള്ള അക്കൗണ്ടൊക്കെ ആയി വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കുറേ മാസക്കാലത്തേക്ക് ഈ ക്ഷേമ പെൻഷൻ ആകെ തടസ്സപ്പെടും. ഇപ്പോഴും നിർത്തും, കുറച്ചു കാലത്തേക്ക് തടസ്സപ്പെടും. ക്ഷേമ പെൻഷൻ പിന്നെ കിട്ടാതെ കുറേ ആളുകൾക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ഷേമ പെൻഷന് തടസ്സം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഈ ഉത്തരവ് സഹായകരമാവത്തുള്ളൂ. അർഹതപ്പെട്ടവർക്കെല്ലാം കിട്ടുമെന്ന് ഉറപ്പാക്കാൻ നിലവിലുള്ള വിതരണ സംവിധാനം അതേപടി തുടരണം എന്ന് മുൻ ധനകാര്യമന്ത്രിയും MLA-യുമായ KN ബാലഗോപാൽ. പാവപ്പെട്ടവരും അശരണരുമായ 62 ലക്ഷം ജനങ്ങൾക്ക് സ്വാശ്രയത്വം ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ തുക. മരുന്നും മറ്റ് ആവശ്യങ്ങൾക്കും മറ്റാരെയും ആശ്രയിക്കേണ്ട അവസ്ഥ അവർക്കുണ്ടായിരുന്നില്ല. അത് ഇല്ലാതാക്കാനാണ് സഹകരണ സംഘങ്ങളെ ഒഴിവാക്കി ബാങ്ക് വഴി പെൻഷൻ നൽകാനുള്ള UDF സർക്കാരിന്റെ പുതിയ തീരുമാനം എന്ന് KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി. ക്രമക്കേട് തടയാനാണ് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ വിതരണം ചെയ്യുന്നത് എന്ന വാദമാണ് സർക്കാർ കേന്ദ്രങ്ങൾ ഉയർത്തുന്നത്. ഇത് എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന അവസ്ഥയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റപ്പെട്ട ക്രമക്കേടുകൾക്കുള്ള സാധ്യത പോലും തടയാനുള്ള സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് വേണ്ടത്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.